ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ് 2024. ഇന്ത്യയിലെ ഏക ദേശീയപാത നിർമ്മാണശാല ഏതാണ്? ഉത്തരം ഹുബ്ലി, കർണാടക. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ ദേശീയപാതയിലെ അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. ഇന്ത്യൻ ദേശീയഗാനത്തിൽ എത്ര വരികളുണ്ട്? ഉത്തരം 13. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്നു പറഞ്ഞ് സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബി.ആർ. അംബേദ്കർ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചാമ്പാരൻ എന്ന പ്രദേശത്ത് ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഉത്തരം സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 65 സെക്കൻഡ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആര്? ബി.ആർ. അംബേദ്കർ. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ഉത്തരം ശകവർഷ കലണ്ടർ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം സിംഗപ്പൂർ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്?
പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരം 3:2. സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ചെങ്കോട്ട. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ ആര്? ഉത്തരം പോർച്ചുഗീസ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1930. 1857 വിപ്ലവത്തിൻ്റെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജോൺ ലോറൻസ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ ജി പിള്ളെ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏത്? ഉത്തരം രാജ്ഘട്ട്. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ വാക്കുകൾ സംസാരിക്കും എന്ന് ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിവധത്തെ തുടർന്ന് സമാധാന നോബൽ സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷം ഏത്? ഉത്തരം 1948. എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഉത്തരം 385 കിലോമീറ്റർ. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ഏത്? ഉത്തരം അഗ ഖാൻ കൊട്ടാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.